അവിടെ എത്ര പേരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്താണ് അവിടെ എത്തിയവരുടെ അവസ്ഥ? ഇപ്പോഴും ആളുകളുമായി ആശുപത്രിയിലേക്ക് വാഹനങ്ങൾ എത്തുന്നുണ്ടോ? എന്താണ് സ്ഥിതി? ദിവിഷ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ആശുപത്രിയിലേക്ക്, കിംസ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തുന്നവരുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്വകാര്യ ആശുപത്രിയിലാണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഈ നീണ്ട ഒരു നിര തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവിടെയുള്ള ഈ വോളണ്ടിയർമാർ, നാട്ടുകാർ തന്നെയാണ്. എങ്ങനെയാണ് കൂടുതൽ പേര് ഇപ്പോഴും എത്തുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ നമ്മൾ ഡെഡ് ബോഡി ഞാൻ ഒരുപാട് ഐഡൻറ്റിഫൈ ചെയ്തു. ഡെഡ് ബോഡി ഇപ്പം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഓരോ ബന്ധുക്കൾ വന്നിട്ട് വിട്ട് കൊടുക്കുന്നുണ്ട്. കുറേ ഡെഡ് ബോഡി കൈയുള്ളതുണ്ട്, കാലില്ലാത്തതുണ്ട്, തല ഉള്ളത്, കുഞ്ഞു കുഞ്ഞു മക്കളെ ഇപ്പം ഞാനിപ്പോൾ കുറേ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും വളരെ സങ്കടകരമായി നമുക്ക് വയ്യെങ്കിൽ അത്രയും എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നത്. അത്രയും രാവിലെ തൊട്ട് വന്നതാണ്. ഇതുവരെ ഇപ്പോൾ എറൗണ്ട് ഒരു 70 ബോഡികളപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. 400 പേരെ കാണാനില്ല. റിസോർട്ടുകളിൽ 100 പേര് കുടുങ്ങി കിടക്കുന്നുണ്ട്. കുറേ ആളുകൾ എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അവിടെ റിസോർട്ടിലുണ്ട്, ഇവിടെ റിസോർട്ടിലുണ്ട്. പക്ഷേ എങ്ങനെ എനിക്ക് അറിയാം, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. കുറേ ക്ലിയർ ആവുന്നുണ്ട്, കുറേ കിട്ടുന്നില്ല, കുറേ മുഖം വികൃതമായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. വളരെ ഇനിയും തിരിച്ചറിയാൻ ഒരുപാട് വരാനുണ്ട്. കുറേ ഡെഡ് ബോഡീസ് നിലമ്പൂർ പോയിട്ടുണ്ട്, ആ ഭാഗത്തേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. കുറച്ചിതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ആയെന്നറിയില്ല. ഇപ്പം എറൗണ്ട് 180 അടുത്തായില്ലേ, 100 ആളുകൾ ഇവിടെ സ്വീകരിക്കാനായിട്ട്. ഞാൻ ഈ നിലവിൽ റെസ്ക്യൂലി ആ ഏരിയ, ഈ അപകടം നടന്ന ഏരിയ മൊത്തം പോയി ഈ ബോഡി എടുത്ത് 25ഓളം ബോഡി ഞാൻ എടുത്തിട്ടുണ്ട്. മുണ്ടക്കൈ മേഖലയല്ല, ഈ പുതിയ വില്ലേജ് എന്ന് പറയുന്ന മേഖലയിലാണ്. പക്ഷെ ആ മേഖലയിൽ എടുത്തത് പലതും ചെറിയ കുട്ടികളായിരുന്നു. പിന്നെ ഈ മരത്തിനിടയിലൊക്കെ കുടുങ്ങിയിട്ട് കൈയും കാലും ഒക്കെ ഉറഞ്ഞു കൂടായിട്ടുള്ള പല രീതിയിൽ മരവിച്ച് 2 വയസ്സ് 3 വയസ്സ് ചെറിയ മക്കളൊക്കെയാണ് പലതും എൻ്റെ കയ്യിൽ വന്നത്. അവരെടുത്ത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും, തിരിച്ച് പിന്നെ ഞാൻ റെസ്ക്യൂ എടുക്കും. പക്ഷേ ഞങ്ങൾക്ക് ഒരു വീട്ടിലുള്ള ഒരു അമ്മൂമ്മ എന്ത് ചെയ്താൽ പറ്റിയിട്ടുണ്ട്, രക്ഷിക്കാൻ പറ്റില്ല. ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ മുഖങ്ങൾ അങ്ങനെയായിട്ട് വികൃതമായിട്ടുള്ള കോലത്തിലാണ്. ഇതൊക്കെ ടാറ്റു വെച്ചിട്ടൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. പല്ലിന് ക്ലിപ്പ്, ചെവി, ഇതൊക്കെ വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ടും പറ്റുന്നില്ല. ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഞങ്ങളെ ഉമ്മയല്ല, അമ്മയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ എത്തുന്നവരുടെ കണ്ണിലൊക്കെ നമ്മൾ കാണുന്നതും അതാണ്. ഏറെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. അവർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ആവരുതേ, ഇവരുടെ ഓരോരുത്തരെയും പേര് വിളിക്കുമ്പോൾ, ഹൃദയം തിരിച്ചറിയാനായി വിളിക്കുമ്പോൾ അത് അവരുടെ ഉറ്റവരാവരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും വരുന്നത് എന്നുള്ളതാണ്. ജീവനോടെ അവർ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ട് എന്നൊരു പ്രതീക്ഷ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഇത്തരത്തിൽ ഇവിടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ മിനിറ്റിലും ആംബുലൻസ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഇവിടെയൊക്കെ ആയുള്ള കാഴ്ച എന്തായാലും ഇവിടെ നിന്ന് നമ്മളിപ്പോൾ മേപ്പാടി ആശുപത്രിയിൽ നിന്നും കാണുന്നത്. ദിവേശ്.